ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ കൺജക്ഷനാണ്. കോറിലേറ്റീവ് കൺജക്ഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കോറിലേറ്റീവ് എന്ന് പറയുന്ന കൺജക്ഷൻ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഈതർ ഓർ, നീതർ നോർ, ബോത്ത് ആൻഡ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നീ പറയുന്ന പോലുള്ള കൺജക്ഷൻസ് ആണ്. നിങ്ങൾ ഈ ഓരോ വാക്കുകൾ നോക്കി. ഈതർ ഓർ രണ്ട് വാക്കുകളാണ്, ഈതറും ഓറും. പിന്നെ അടുത്ത് നോക്കിയാൽ നീതർ നോർ രണ്ട് വാക്കുകളാണ്. ബോത്ത് ആൻഡ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. അപ്പോൾ ഈ വാക്കുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, രണ്ട് വാക്കുകൾ റിലേറ്റീവ് ആണ്, എപ്പോഴും അത് ഒരുമിച്ചേ വരുള്ളൂ. അങ്ങനെ വരുന്ന കൺജക്ഷൻസ് ആണ് കോറിലേറ്റീവ് കൺജക്ഷൻ. ഈ ബേസിക്കലി കോറിലേറ്റീവ് എന്ന് പറഞ്ഞാൽ, കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ബന്ധത്തെ കൊണ്ടുവരാൻ വേണ്ടി, ഒന്നിനോട് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് കോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കോ വർക്കർ, എൻ്റെ കൂടെ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത് കൂടെ നിൽക്കുന്ന ഒരു സാധനമാണ് ബോത്ത് ആൻഡ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇനി റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ബന്ധമുള്ള, അല്ലേ, റിലേഷൻ. അപ്പം അങ്ങനെ ബന്ധമുള്ള രണ്ട് വാക്കുകളാണ് ഈ കോറിലേറ്റീവ് കൺജക്ഷനിൽ വരുന്നത്. അപ്പോൾ അത് പെയറായിട്ട് എപ്പോഴും വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ കൺജക്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോന്നും നമ്മളെല്ലാം നോക്കുന്നില്ല, പ്രധാനപ്പെട്ട ചില കോറിലേറ്റീവ് കൺജക്ഷൻസ് നമുക്കിപ്പോൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. ശരി, ആദ്യത്തെ ഇതാണ് ബോത്ത് ആൻഡ് ആണ്. ബോത്ത് ആൻഡ് ഉപയോഗിക്കുന്നത് രണ്ട് ക്ലോസുകളും ശരിയാണ് അല്ലെങ്കിൽ പോസിറ്റീവായ രണ്ട് ക്ലോസുകളെ തമ്മിൽ ചേർക്കാൻ വേണ്ടിയുള്ളതാണ്. ഉദാഹരണം നോക്കാം. ഐ ക്യാൻ ഹാൻഡിൽ ദ ക്ലാസ്സസ് ഫോർ ബോത്ത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അപ്പോൾ രണ്ട് പോസിറ്റീവ് കാര്യങ്ങളെ ഒരുമിച്ച് കണ്ടോ. എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റും ഏതിലും. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിലും ഞാനെങ്കിൽ ക്ലാസ് എടുക്കാം, കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയറിലും ക്ലാസ് എടുക്കാം. അപ്പോൾ രണ്ട് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിനെ ഒരുമിപ്പിച്ച കണ്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ഇനി ഉണ്ടാക്കാം. ഇപ്പോൾ രണ്ട് പേരുടെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ബോത്ത് പോൾ ആൻഡ് സൂസൻ ആർ ഗുഡ് അറ്റ് മാത്സ്. സൂസനും പോളും രണ്ട് പേരും മാത്സിൽ പുലികളാണ്. അപ്പോൾ ബോത്ത് പോൾ ആൻഡ് സൂസൻ എന്ന് പറഞ്ഞാൽ കണ്ടോ. അപ്പോൾ അതുപോലുള്ള വാക്കുകൾ, രണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൂട്ടിച്ചേർക്കാനാണ് ബോത്ത് ആൻഡ് ഉപയോഗിക്കുന്നത്. നമുക്കിനി അടുത്ത് നോക്കാം. ഈതർ ഓൾ. ഈതർ എന്നും പറയാറുണ്ട്, ഐതർ എന്നും പറയാറുണ്ട്. രണ്ടും ശരിയാണ്. ഈതർ ഒരു US പ്രൊനൗൺസിയേഷൻ ആണെങ്കിൽ ഐതർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷൻ ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഏത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഐതർ ഓർ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ക്ലോസിൽ ഏതെങ്കിലും ഒരു ചോയ്സ് അതേ വർക്കാവുള്ളൂ, ആ ചോയ്സ് മാത്രമേ ആകുള്ളൂ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന കൺജക്ഷനാണ് ഈതർ ഓർ. ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ അത്, ഇതിലേതെങ്കിലും ഒന്നേ വർക്കാവുള്ളൂ എന്ന് സൂചിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോസ് ആണ് ഈതർ ഓർ. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഐ ക്യാൻ ഡ്രൈവ് ഈതർ എ കാർ ഓർ എ സ്കൂട്ടർ. എനിക്ക് ഏതെങ്കിലും ഒന്നേ ഓടിക്കാൻ പറ്റുള്ളൂ, ഒന്നെങ്കിൽ ഞാൻ കാർ ഓടിക്കാം അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിക്കാം, ഏത് വേണം തീരുമാനിച്ചോ. അപ്പോൾ ഏതെങ്കിലും ഒരു ചോയ്സേ പറ്റുള്ളൂ എന്ന് പറയുന്ന ക്ലോസുകളെല്ലാം യോജിപ്പിക്കാൻ വേണ്ടി എന്തുപയോഗിക്കും? ഈതർ ഓർ ഉപയോഗിക്കും. ഇതുപോലെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കാം. ഇൻ മൈ നെക്സ്റ്റ് വീക്കെൻഡ് ഐ വിൽ ഈതർ പ്രിപ്പയർ ബിരിയാണി ഓർ തന്തൂരി. ഏതെങ്കിലും ഒന്ന്. നെക്സ്റ്റ് വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് ഞാൻ ഒന്നെങ്കിൽ ബിരിയാണി ഉണ്ടാക്കും അല്ലെങ്കിൽ തന്തൂരി ഉണ്ടാക്കും. ഇതുപോലുള്ള ചോയ്സുകൾ വരുന്ന ക്ലോസുകളെ ബന്ധിപ്പിക്കുന്നതാണ് ഈതർ ഓർ. ഇനി അടുത്ത് നോക്കാം. നീതർ നോർ ആണ്. നീതർ നോർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ബോത്ത് ആൻഡ് ഇല്ലേ, രണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാന്ന് ഓർത്താൽ മതി. അതായത് രണ്ട് നെഗറ്റീവ് ചോയ്സുകളെ കാണിക്കാൻ വേണ്ടിയാണ് നീതർ നോർ ഉപയോഗിക്കുന്നത്. നോക്കാം. ഉദാഹരണം ഇതാണ്. നീതർ അനൂപ് നോർ പോൾ ഹാസ് ലൈക്ഡ് ദി ഫുഡ്. അനൂപിനും ഇഷ്ടപ്പെട്ടില്ല, പോളിനും ഈ ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. അപ്പം രണ്ട് പേർക്കും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അനൂപിനും ഇഷ്ടപ്പെട്ടില്ല, പോളിനും ഇഷ്ടപ്പെട്ടില്ല. അതിനെ രണ്ടിനെയും കൂട്ടി യോജിപ്പിച്ചോ കണ്ടോ. നീതർ അനൂപ് നോർ പോൾ ഹാസ് ലൈക്ഡ് ദി ഫുഡ്. ഇവിടെ ഹാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം. അതായത് ഇവിടെ ഏത് പോൾ അനൂപ് എന്ന് പറയുന്ന നൗണിനെ തമ്മിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. പോൾ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അനൂപ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അതുകൊണ്ടാണ് അവിടെ ഹാസ് വന്നിരിക്കുന്നത്. എന്നാൽ നമ്മുടെ നൗൺ പ്ലൂറൽ ആയിരുന്നെങ്കിൽ ഇവിടെ ഹാവ് വരുകയും ചെയ്യും. അപ്പം അത് ഓർക്കാം. ഇനി അടുത്തൊരു കൺജക്ഷനാണ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ. നമ്മൾ തമാശക്കെങ്കിലും ഈ പല സിനിമയിലൊക്കെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിച്ച് കേട്ടിട്ടുണ്ട്. ശരി, എന്താണെന്ന് നോക്കാം. നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് പറഞ്ഞാലും ചോയ്സുകളാണ്, പക്ഷെ രണ്ടും പോസിറ്റീവ് ചോയ്സുകൾ, ബോത്ത് ആൻഡിൻ്റെ പോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന ഒന്നാണ്. നമുക്ക് ഉദാഹരണം നോക്കാം. He not only plays the musical keyboard
but also sings well. കീബോർഡ് മാത്രമല്ല അവൻ വായിക്കുന്നത്, അവൻ പാടുകയും ചെയ്യും. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. നോട്ട് ഓൺലി പോൾ ബട്ട് ഓൾസോ ഷിജി വർക്ക്ഡ് ഇൻ ദിസ് ടീം. പോൾ മാത്രമല്ല ഷിജിയും ഈ ടീമിൽ വർക്ക് ചെയ്ത. അപ്പോൾ ഇതുപോലുള്ള രണ്ട് ക്ലോസുകളെ തമ്മിൽ യോജിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? നോട്ട് ഓൺലി ബട്ട് ഓൾസോ. അപ്പോൾ ഇതൊക്കെയാണ് കോറിലേറ്റീവ് കൺജക്ഷൻ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൺജക്ഷൻ എന്നാന്ന് നമ്മൾ മൊത്തത്തിൽ പഠിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യുക. വി ആർ ഹാപ്പി ടു ഹെൽപ്പ് യു. താങ്ക് യു.